ഹലോ ഗൈസ്, അങ്ങനെ കരീം ഭായിയുടെ കല്യാണത്തിന് രണ്ടാമത്തെ ദിവസമാണ് റിസപ്ഷൻ നടക്കുന്നുള്ളത് ഏജ് പാലസിലാണ്. ഡ്രസ്സൊക്കെ ചെയ്ത് ഫാമിലീസിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് പിള്ളേരും കൊണ്ടുപോയി രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ ഓരോരാളായി ഇതാ പുറത്ത് വരുന്നുണ്ട്. എല്ലാരും കൂടി കാറിലങ്ങ് കയറ്റി പിള്ളേരെ ഞാനങ്ങ് കാറിലിട്ട് അടിച്ചങ്ങ് പറപ്പിച്ചു വിട്ട് അങ്ങനെ നമ്മളിതാ റിസപ്ഷന്റെ സ്ഥലത്തേക്ക് എത്തി. ഏജ് പാലസ്, ഇതാണ് ഏജ് പാലസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കല്യാണത്തിന് വരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിള്ളേരാണ് എൻ്റെ സ്ട്രോങ്. ഓക്കെ, അങ്ങനെ ബോർഡൊക്കെ കാണില്ലേ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അങ്ങനെ ഉള്ളിൽ കയറി. നിക്കാക്ക് കഴിഞ്ഞിരുന്നു ഞാൻ എത്തുമ്പോൾ. ബ്രദർ നല്ല ഷോപ്പ് ഡ്രസ്സിലുണ്ട്. ഇത് ആർക്കോ വേണ്ടി തിരിയുന്നൊരു പ്ലാൻ. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഇജ്ജുവിൻ്റെ കളി കണ്ട. അങ്ങനെ ഫുഡ് കഴിക്കുന്നിടത്ത് പോയി. ഇതൊക്കെ എൻ്റെ ബ്രദർ അളിയന്മാരൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന മട്ടൻ ബിരിയാണി ആയിരുന്നു. നല്ല മട്ടൻ ബിരിയാണി മൽഫാം അടിപൊളിയായിരുന്നു. അങ്ങനെ ചെക്കൻ ഇതാ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. പാലസ് ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ട് കാണുന്നത്. അങ്ങനെ പെണ്ണിതാ കറക്കം തുടങ്ങി. ഇതെന്റെ കസിനാണ്, നല്ലൊരു മനുഷ്യനാണ് കേട്ടാ. ഞാനങ്ങനെ ഉമ്മാനും തേടിക്കൊണ്ട് ഇറങ്ങിയത്. അങ്ങനെ ഉമ്മാനെ കിട്ടിയതാണ്. വന്നിട്ട് ഇതുവരെ ആയിട്ട് ബ്രദറിന്റെ വൈഫിനെ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ബ്രദറിന്റെ വൈഫിനെ കണ്ട് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി, പക്ഷെ ഞാൻ വീഡിയോ ആണ് എടുത്തത്. അങ്ങനെ പശനെ കണ്ടു ഭാഗത്ത് നാണിക്കുന്ന നാണം കണ്ടാ. അങ്ങനെ ചെക്കനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ എല്ലാം കൂട്ടി വന്ന്. അങ്ങനെ ഞാനിവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു എൻ്റെ കസിൻ്റെ കൂടെ. അവരും കൂടി ഞാൻ പള്ളിയിലേക്ക് വന്നു. അങ്ങനെ പള്ളിയിലെത്തി ഓറിസ്ക്ക് ശേഷം വീണ്ടും അവിടെ ഹോളിലെത്തി. അവിടെ എല്ലാവരും പുതിയാപ്പിളിനെ പാട്ടും പിന്നെ ഡാൻസും ഒക്കെ ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഞാനും കൂടി അതിൻ്റെ ഒരു പാട്ടായി. അങ്ങനെ കുറച്ച് പാട്ടൊക്കെ പാടി. അങ്ങനെ പെണ്ണിതാ ചമഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. ചെക്കൻ അവിടെ നിന്ന് പെണ്ണും വരുന്നത് കാത്ത് നോക്കിയിരിക്കണം. അപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ വന്ന് അവനെ ചുറ്റും വന്ന് ഊക്കി വിട്ടത്. അങ്ങനെ അവനെ അവളെ കൈയും പിടിച്ച് അങ്ങനെ സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ അവർ രണ്ടാളും റൊമാൻസിലായി. അങ്ങനെ മുട്ടുകുത്തി പൂവൊക്കെ കൊടുത്ത് സെറ്റായി. ഇത് നമ്മുടെ സ്വന്തം ഫാൻസാണ്. അങ്ങനെ ഏകദേശം ഒരു 3-4 മണിയോടെ ഫംഗ്ഷനൊക്കെ അവസാനിച്ച് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വന്നു. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ബൈ.